നേരത്തെ ബുക്ക് ചെയ്ത റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കയറാനാവാത്ത സാഹചര്യമുണ്ടായാൽ തൊട്ടടുത്ത സ്റ്റേഷനിൽ നിന്നും ട്രെയിനിൽ കയറുന്നത് പതിവ് കാഴ്ചയാണ്. എന്നാൽ ഇനി അങ്ങനെ ഓടിപ്പിടിച്ച് തൊട്ടടുത്ത സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ കയറിയാൽ നിങ്ങൾ നേരത്തെ ബുക്ക് ചെയ്ത സ്ഥലത്ത് വേറെ ആളിരിക്കും. പിന്നീട് തർക്കിക്കാൻ ചെന്നിട്ടും കാര്യമില്ല. നിങ്ങൾക്ക് ആ സീറ്റ് ഇനി കിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇന്ത്യൻ റെയിൽവേ യാത്രികരുടെ ബോർഡിംഗ് നിയമത്തിൽ വരുത്തിയ മാറ്റങ്ങളാണ് ഇതിനൊക്കെ പിന്നിൽ. എന്താണ് പുതിയ മാറ്റമെന്ന് നോക്കാം. മുൻപ് ഒരു യാത്രക്കാരൻ എത്തിയില്ലെങ്കിൽ 1-2 സ്റ്റേഷനുകൾ കഴിഞ്ഞതിന് ശേഷമേ ടി ആ സീറ്റ് മറ്റൊരാൾക്ക് നൽകുമായിരുന്നുള്ളൂ. എന്നാൽ ഇനി മുതൽ HHT ടാബ്ലറ്റുകൾ ടിമാർക്ക് നൽകിയിട്ടുള്ള ഹാൻഡ് ഹെൽഡ് ടെർമിനൽ ടാബ്ലറ്റുകൾ വഴി വിവരങ്ങൾ തത്സമയം അപ്ഡേറ്റ് ചെയ്യപ്പെടും. നിശ്ചിത സ്റ്റേഷനിൽ യാത്രക്കാരൻ എത്തിയില്ലെങ്കിൽ ടാബ്ലറ്റിൽ അത് രേഖപ്പെടുത്തുകയും ആ സീറ്റ് ഉടൻ തന്നെ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവർക്കോ RAC യാത്രക്കാർക്കോ ഓട്ടോമാറ്റിക്കായി ലഭിക്കുകയും ചെയ്യും. നിങ്ങളുടെ സീറ്റ് മറ്റൊരാൾക്ക് നൽകിക്കഴിഞ്ഞാൽ ബുക്ക് ചെയ്ത നമ്പറിലേക്ക് SMS സന്ദേശം എത്തും. ട്രാവൽ ഏജന്റുമാർ വഴി ബുക്ക് ചെയ്യുന്നവർ സ്വന്തം നമ്പർ തന്നെ നൽകാൻ ശ്രദ്ധിക്കണം. നിങ്ങൾ ബുക്ക് ചെയ്ത സ്റ്റേഷനിൽ നിന്ന് തന്നെ ട്രെയിനിൽ കയറുന്നു എന്ന് ഉറപ്പുവരുത്തുക എന്നതാണ് ഏക പോംവഴി. ഇനി ഏതെങ്കിലും കാരണവശാൽ കയറുന്ന സ്റ്റേഷനിൽ മാറ്റമുണ്ടെങ്കിൽ യാത്ര പുറപ്പെടുന്നതിന് 24 മണിക്കൂർ മുൻപ് വരെ IRCTC വെബ്സൈറ്റ് വഴിയോ ആപ്പ് വഴിയോ ബോർഡിംഗ് സ്റ്റേഷൻ മാറ്റാൻ സാധിക്കും. അവസാന നിമിഷം അടുത്ത സ്റ്റേഷനിൽ പോയി കയറാം എന്ന് കരുതിയാൽ സീറ്റ് തിരികെ ലഭിക്കാൻ നിയമപരമായി അവകാശമുണ്ടാകില്ല. എന്തായാലും ഇനി ബുക്ക് ചെയ്ത ശേഷം കയറുന്ന സ്റ്റേഷനിൽ മാറ്റമുണ്ടെങ്കിൽ നേരത്തെ തന്നെ മാറ്റം വരുത്തണം. പുറപ്പെടുന്നതിന് 24 മണിക്കൂർ മുൻപ് വരെ ബോർഡിംഗ് സ്റ്റേഷൻ മാറ്റാൻ IRCTC വെബ്സൈറ്റും മൊബൈൽ ആപ്ലിക്കേഷനും അനുമതി നൽകുന്നുണ്ട്. എവിടെ നിന്നാണോ നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത് അതേ സ്റ്റേഷനിൽ നിന്നു തന്നെ കയറണമെന്നാണ് റെയിൽവേ നിർദ്ദേശിക്കുന്നത്. ഇക്കാര്യം കർശനമായി നടപ്പിലാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും യാത്രികൻ ബുക്ക് ചെയ്ത റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കയറുന്നതിൽ പരാജയപ്പെട്ടാൽ മിനിറ്റുകൾക്കകം തന്നെ അയാളുടെ സീറ്റ് നഷ്ടമാകും. അടുത്ത സ്റ്റേഷൻ വരെ പോലും ടിക്കറ്റ് പരിശോധകൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കില്ല എന്നാണ് റെയിൽവേ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ സീറ്റ് മറ്റൊരാൾക്ക് നൽകിക്കഴിഞ്ഞാൽ ആ വിവരം SMS വഴി യാത്രക്കാരുടെ ഫോണിലെത്തും. ടിക്കറ്റ് റിസർവ് ചെയ്യുമ്പോൾ സ്വന്തം ഫോൺ നമ്പർ നൽകാത്തവർക്ക് ഇങ്ങനെ SMS കിട്ടിയെന്ന് വരില്ല. പലരും യാത്ര ചെയ്യുന്നവരുടെ മൊബൈൽ നമ്പറും നൽകാറില്ല. ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർ അവരുടെ മൊബൈൽ നമ്പറാണ് പൊതുവെ കൊടുക്കാറുള്ളത്. എന്തായാലും റെയിൽവേയുടെ അത്യാധുനിക ഡിജിറ്റൽ സംവിധാനത്തെ പുത്തൻ രീതി കൂടുതൽ ശക്തമാക്കുമെന്നാണ് അധികൃതരും പ്രതീക്ഷിക്കുന്നത്. യാത്രക്കാർക്കുള്ള സൗകര്യം ഉറപ്പാക്കുക മാത്രമല്ല, ട്രെയിനിനുള്ളിലെ ഒരു വ്യവസ്ഥയില്ലായ്മ ഇത് കുറയ്ക്കുകയും ചെയ്യുമെന്നാണ് അധികൃതരും പ്രതീക്ഷിക്കുന്നത്.